ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഭദ്രമോൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സ്കൂളിൽ പോയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ 4 പേരും കൂടിയായിരുന്നു പോയത്. ശനിയാഴ്ച ദിവസമാണ് നമ്മൾ പോയത് കേട്ടോ. ശനിയും ഞായറുമാണല്ലോ ചേട്ടന് അവധിയുള്ള ദിവസം. അപ്പോൾ ശനിയാഴ്ച തന്നെ പോയി അഡ്മിഷൻ എടുക്കാമെന്ന് കരുതി. ഞായറാഴ്ച അവധിയാണ് കേട്ടോ സ്കൂളൊക്കെ. അങ്ങനെ ശനിയാഴ്ച പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നതാണ്. ആദ്യമേ തന്നെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയി ഫാദറുടെ ഫോട്ടോ എടുക്കാമെന്ന് കരുതി. സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമല്ലോ. അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടാണ് സ്റ്റുഡിയോയിൽ വന്നത്. അപ്പോഴത്തേക്കും ശിവക്കുട്ടനും ഫാദറയും അവിടെ എന്തെങ്കിലും സാധനങ്ങൾ പൊളിച്ചെടുക്കുമെന്നായിരുന്നു എൻ്റെ പേടി. ഭാഗ്യത്തിന് ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ പെട്ടെന്ന് തന്നെ വന്നു. അങ്ങനെ ഫാദറിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് സെറ്റാക്കി നിർത്തിയാണ് അച്ഛൻ. ഫാദറയ്ക്ക് എന്തോ ഒരു മടിയും പേടിയും നാണവും എല്ലാം കൂടിയുള്ള ഒരു രീതിയിൽ ഫാദർ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞു, മോളതൊന്ന് വീണാലോ, അതൊന്ന് നീക്കി ചാരി നിർത്തിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ചേട്ടൻ അത് നീക്കി ചാരിയൊക്കെ ഫാദറിനെ നിർത്തി. എന്നിട്ട് ഫാദർ ശിവക്കുട്ടനെയൊക്കെ നോക്കി ചിരിക്കണം. ഒക്കെ ചിരിയും വരുന്നു, നാണവും വരുന്നു. എന്താണ് എന്തോ ഫാദറയുടെ ഒരവസ്ഥ. ഭദ്ര ഒരു വിധത്തിൽ നോക്കുന്നില്ല കേട്ടോ. അച്ഛനെയും ശിവനെയും എന്നെയും മാറിയും തിരിഞ്ഞൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ വന്ന് പറഞ്ഞു, മോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് തലയൊക്കെ വെച്ച് ആ ചേട്ടനെ നോക്ക്, ആ അങ്കിളിനെ നോക്ക്, ക്യാമറയിലോട്ട് നോക്ക്. എവിടെ നിന്ന് അവിടെ ഇതൊന്നും കേൾക്കുന്നില്ല. അച്ഛൻ മുട്ടായി മേടിച്ച് തരണോ മോൾക്ക്, ഐസ്ക്രീം വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എല്ലാം വാങ്ങിച്ചു തരാം മോൾ, ഒത്തിരി നല്ല രീതിയിൽ ഫോട്ടോയ്ക്ക് നിന്നേ എന്നൊക്കെ പറയുന്നതാണ്. എന്നിട്ടും അവൾ നിൽക്കുന്നില്ല കേട്ടോ. അവൾ കൈയൊക്കെ വെച്ച് സമ്മതിക്കാതെ നിൽക്കുക. അവൾ ഒരു വിധത്തിൽ ഫോട്ടോയ്ക്ക് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ വെറുതെ നിന്നിട്ട് പറഞ്ഞു, ശിവേനെ ഒന്ന് നിർത്തി നോക്ക്, ചിലപ്പം അവൻ നിൽക്കുന്ന കണ്ടിട്ട് അവൾ നിന്നാലോ എന്ന്. അങ്ങനെ ശിവക്കുട്ടനെ ഫോട്ടോയ്ക്ക് നിർത്തിയപ്പോൾ ശിവക്കുട്ടൻ നല്ല രീതിയിൽ നിന്നു. അപ്പം അച്ഛൻ പറയാം, ചേട്ടൻ കണ്ടോ നല്ലോണം നിൽക്കുന്നത്, അതുപോലെ മോളും നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഫാദറിനെ പിന്നും കൊണ്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ശിവക്കുട്ടന് പനിയുണ്ട്, അതുകൊണ്ടാണ് ശിവക്കുട്ടൻ്റെ മുഖം ക്ഷീണമായിട്ട് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഫാദർ നിന്നു. ചെറിയൊരു ചിരിയൊക്കെ ഇപ്പം വരുന്നുണ്ട് കേട്ടോ. ശിവ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ശിവ എന്ത് ചെയ്യുന്നോ അതുപോലെ ചെയ്യുന്നതാണ് അവൾക്കിഷ്ടം. അതുപോലെ കുരുത്തക്കേടും ഉണ്ട് കേട്ടോ. അപ്പോൾ ശിവ നിന്നുകൊണ്ട് അവൾ ഒത്തിരി അതുപോലെയൊക്കെ നിൽക്കാനൊക്കെ നിന്നു. അങ്ങനെ ഇപ്പം ചേട്ടൻ പറന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കിട്ടിയ അവസരമല്ലേ, ഇതിൽ ഏതെങ്കിലും നല്ലത് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഫോട്ടോ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ആ സമയം നമ്മൾ ശിവക്കുട്ടനെ ക്ലിനിക്കിലൊന്ന് കാണിക്കാമെന്ന് കരുതി പോയി. അങ്ങനെ ശിവക്കുട്ടനെ ക്ലിനിക്കിലൊക്കെ കാണിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഫോട്ടോ അവിടെ റെഡിയായി. അങ്ങനെ ഫോട്ടോ വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഭദ്രമോളുടെ ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ? അങ്ങനെ നല്ലൊരു ഫോട്ടോ അതിനെ കിട്ടി കേട്ടോ. അതും മേടിച്ചിട്ട് നമ്മൾ ഫാദറുടെ സ്കൂളിലോട്ട് പോവുകയാണ്. ആ കാണുന്നതാണ് ഫാദറുടെ സ്കൂള്. തൊട്ടടുത്ത് തന്നെയാണ്, ഷോപ്പിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ ഫാദർ നല്ല സന്തോഷത്തിലാണ് കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിക്ക്. ഇത്രയും നാൾ അവൾ സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് പോകൂല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം എന്ത് പറ്റിയോ എന്തോ ഞാൻ സ്കൂളിലൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഈ കാണുന്നതാണ് ഫാദറുടെ സ്കൂള്. ഓക്ട്രി പ്രൈമറി സ്കൂളാണ്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് 12:30 സമയമായി കേട്ടോ. അങ്ങനെ സെക്യൂരിറ്റിയെ കണ്ടു. സെക്യൂരിറ്റി വിസിറ്റേഴ്സ് കാർഡൊക്കെ തന്നു. ഫാദർ ആ കാർഡൊക്കെ ഇട്ടു. ശിവക്കുട്ടെ, നിനക്ക് പ്ലേ ഗ്രൗണ്ട് കാണണ്ടേ എന്നും പറഞ്ഞ് ഫാദറിനെ വിളിച്ചുകൊണ്ട് പോണതാണ്. അങ്ങനെ ഫാദർ നല്ല സന്തോഷത്തിലാണ്. ഇതാണ് നിൻ്റെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട്, നിനക്ക് ഇഷ്ടമായോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. പാർക്കിൽ പോലെ നിനക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അവൾ നല്ല സന്തോഷത്തിലായിട്ട് സ്കൂളിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ സ്കൂൾ യൂണിഫോമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഫാദറെ അടുത്ത് പറയാം, ഇതാണ് നിൻ്റെ യൂണിഫോം എന്നൊക്കെ ശിവ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ അവൾക്ക് കണ്ട് അവൾ അതൊക്കെ തൊട്ട് നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ. അങ്ങനെ വന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ ഓഫീസ് സ്റ്റാഫും മാഡവും വന്നു. ഫാദറുടെ സ്കൂൾ അഡ്മിഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോഴത്തേക്കും ഫാദറും ശിവക്കുട്ടനും അവിടെ ഓരോന്നിൻ്റെ ചെന്ന് പിടിക്കവും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ടി വിയിൽ വരുന്ന സ്കൂളിലെ ഓരോ പ്രോഗ്രാമൊക്കെയാണ് ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ രണ്ടുപേരും ശിവയും ഫാദറെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്കൂളിൽ പോയ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.